വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. KM മാണിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഉച്ചയ്ക്ക് ശേഷം പാലാ കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. പാലായിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്നത്. വിവരങ്ങളുമായി മാണിയുടെ വസതിയിൽ നിന്നും ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഇപ്പോൾ അവിടെ ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ളത്? എപ്പോഴായിരിക്കും മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോവുക? ജിന, ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് KM മാണി എന്ന പാലായുടെ സ്വന്തം വ്യക്തിയെ ഇന്ന് 2 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾക്കായിട്ട് സെന്റ് തോമസ് പള്ളിയിലേക്ക് കൊണ്ടുപോവുക. ഏറെ വൈകിയാണ് ഇന്നലെ അദ്ദേഹത്തിന്റെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പാലായിൽ എത്തിച്ചേർന്നത്. ഏതാണ്ട് 2 മണിയോടുകൂടി ആണ് അദ്ദേഹത്തിന് വിലാപയാത്ര വീട്ടിലെത്തിയത്. അതിനുശേഷം ബന്ധുമിത്രാദികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ രാത്രി വൈകിയും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കി കാണുന്നതിന് വീട്ടിൽ തടിച്ചു കൂടിയിരുന്നു. ഇപ്പോൾ അടുത്ത ബന്ധുക്കളും മറ്റും മാത്രമാണ് മാണിയുടെ വസതിയിലുള്ളത്. 1 മണിക്കൂറിന് ശേഷം കൂടുതൽ നാട്ടുകാരും മറ്റും തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്കി കാണാനും യാത്രയപ്പ് നൽകാനും മാണിയുടെ വസതിയിൽ എത്തിച്ചേരും. എന്തായാലും വളരെയധികം വിപുലമായ ഒരു യാത്രയപ്പ് നൽകാനാണ് പാലക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വ്യാപാരി വ്യവസായികളടക്കം ഇന്ന് കടകമ്പോളങ്ങൾ അടച്ച് തങ്ങളുടെ പ്രിയ നേതാവിനെ യാത്രയാക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 2 മണിയോടുകൂടിയാണ് സംസ്കാരവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ നടക്കുക. ഇതിനുശേഷം പാലായിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും വിലാപയാത്രയായിട്ടാണ് സെന്റ് തോമസ് പള്ളിയിലേക്ക് പോകുക. 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഷാജഹാൻ, ഇന്നലെ ലക്ഷോർ ആശുപത്രിയിലും തുടർന്ന് തിരുനക്കര മൈതാനത്തുമെല്ലാം അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. വളരെ വൈകിയാണ് തിരുനക്കര മൈതാനത്തിൽ അദ്ദേഹത്തിന്റെ ബോഡി എത്തിയത് തന്നെ. ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം തിരക്കാണ് ഇന്ന് അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അനുഭവപ്പെടുന്നത്? തീർച്ചയായിട്ടും ജിന സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഏറെ വൈകിയാണ്. 2 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പാലായിലെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ എത്തിച്ചേർന്നത്. നമുക്കറിയാം, ഉച്ചയോടുകൂടി തിരുനക്കര മൈതാനിയിലും അതിനുശേഷം പാർട്ടി ഓഫീസിലുമൊക്കെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിൽ പോലും ഏറെ വൈകിയാണ് മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരുനക്കര മൈതാനിയിലും അതോടൊപ്പം തന്നെ കോട്ടയം നഗരത്തിലുമൊക്കെ തന്നെ എത്തിയത്. ഇതിന് പ്രധാന കാരണം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള വിലാപയാത്ര കോട്ടയം നഗരത്തിലെത്താൻ വൈകി തന്നെയാണ് കാരണം. കാര്യം ഇതിനിടയിൽ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായിട്ട് റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടുകയും അവർക്ക് കാണാനുള്ള സൗകര്യവും ബന്ധുക്കളും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും ഒരുക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു താമസം ഇന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പാലായിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം അത്രത്തോളം വളരെ വിപുലമായ രീതിയിലുള്ള യാത്രയപ്പ് ചടങ്ങായിരിക്കും കഴിഞ്ഞ 50-55 വർഷമായിട്ട് പാലക്കാരുടെ സ്വന്തമായിട്ടുള്ള മാണി സാറിന് പാലായിലെ ജനങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ഷാജഹാൻ. KM മാണിയുടെ വിയോഗത്തിനിടെ അദ്ദേഹത്തിന്റെ അപൂർവ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നു. കൊച്ചുമക്കൾക്കൊപ്പം വീട്ടിൽ ഫുട്ബോൾ കളിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. കുട്ടികൾക്കൊപ്പം പൊട്ടിച്ചിരിക്കുന്നതും തർക്കിക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് ഇന്ന് ആരംഭിക്കും. 18 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 91 മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ്. ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും കർഷക സ്വാധീന മണ്ഡലങ്ങളിലും പോളിംഗ് ബൂത്തിലെത്തും. 6 കേന്ദ്രമന്ത്രിമാരടക്കം നിരവധി പ്രമുഖർ ജനവിധി തേടുന്നു. ആന്ധ്ര, അരുണാചൽ, സിക്കിം, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. രാജ്യത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ SP, BSP സഖ്യവും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു.
രാജ്യത്തെ പഞ്ചസാര ഖനി എന്നറിയപ്പെടുന്ന 6 മണ്ഡലങ്ങളിൽ കരിമ്പ് കർഷകരുടെ നിലപാടുകൾ നിർണായകമാകും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യശ്രദ്ധയാകർഷിച്ച മുസാഫർ മണ്ഡലത്തിൽ മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗിന്റെ മകനും RLD സ്ഥാപകനുമായ അജിത് സിംഗ് BJPയെ നേരിടും. കേന്ദ്രമന്ത്രിമാരായ സത്യപാൽ സിംഗ്, VK സിംഗ്, മഹേഷ് ശർമ്മ എന്നിവരും UPയിൽ നിന്ന് മത്സരിക്കുന്നു. ബീഹാറിൽ മഹാസഖ്യ സ്ഥാനാർത്ഥിയായി മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചി ഗയയിൽ നിന്നും രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ NDA സ്ഥാനാർത്ഥിയായി ജമോയ് മണ്ഡലത്തിലും ജനവിധി തേടുന്നു. RSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും BJP മുൻ MP നാനോ പട്ടോള കോൺഗ്രസ് ടിക്കറ്റിലും പരസ്പരം എതിരിടുന്നു. ആഭ്യന്തര സഹമന്ത്രി ഹൻസ്രാജ് മത്സരിക്കുന്ന ചന്ദ്രപുരി അടക്കം 7 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. കർഷകാത്മഹത്യകളും പ്രക്ഷോഭങ്ങളും അരങ്ങേറിയ വിദർഭ മേഖലയിലുള്ളതാണ് മഹാരാഷ്ട്രയിലെ ഈ 7 മണ്ഡലങ്ങളും. അരുണാചൽ വെസ്റ്റിൽ മത്സരിക്കുന്ന ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജുവിന്റെ ഭാവിയും ഇന്ന് വോട്ടർമാർ തീരുമാനിക്കും. തെലങ്കാനയാണ് മറ്റൊരു ശ്രദ്ധേയ സംസ്ഥാനം. അസ്ദീൻ ഓവൈസി, രേണുക ചൌധരി, മുഖ്യമന്ത്രി KCRന്റെ മകൾ കവിത എന്നിവരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തുന്ന പ്രമുഖർ. ലക്ഷദ്വീപ്, ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകളിലും ഇന്നാണ് വോട്ടെടുപ്പ്. ആകെ 91 മണ്ഡലങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പിന്റെ ഫലം മെയ് 23 പ്രഖ്യാപിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗാന്ധി കുടുംബത്തിന് അമേഠി എന്ന സുരക്ഷിത മണ്ഡലം ചൂണ്ടിക്കാട്ടിക്കൊടുത്ത ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാറൂൺ റഷീദും ഇത്തവണ അമേഠിയിൽ ജനവിധി തേടുന്നുണ്ട്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മത്സരിക്കാനുള്ള ഹാറൂൺ റഷീദിന്റെ തീരുമാനം. ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന ഭയമാണ് വയനാട്ടിലേക്ക് പോകാൻ രാഹുലിനെ നിർബന്ധിതനാക്കിയത്. രാഹുലിന്റെ വയനാട്ടിൽ മത്സരിക്കാൻ മുസ്ലിമായ T സിദ്ദിഖിനെ ബലിയാടാക്കിയത് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയുടെ മറ്റൊരു ഉദാഹരണമാണെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. ഗാന്ധി കുടുംബത്തെ ഉത്തർപ്രദേശിലെ ഏറ്റവും സുരക്ഷിത മണ്ഡലമായ അമേഠിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന ഹാജി സുൽത്താൻ ഖാന്റെ വസതിയാണിത്. 1991 രാജീവ് ഗാന്ധി, 1999 സോണിയ, ഇരുവരുടെയും നാമനിർദ്ദേശ പത്രികയിൽ ഹാജി സുൽത്താൻ ഖാനായിരുന്നു ഒപ്പിട്ടത്. എന്നാൽ ഗാന്ധി കുടുംബവുമായുള്ള ഈ ആത്മബന്ധം ഹാജി സുൽത്താൻ ഖാന്റെ കുടുംബം ഉപേക്ഷിച്ചിട്ട് നാളുകളായി. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് അമേഠിയിൽ ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാറൂൺ റഷീദ് ഇക്കുറി ജനവിധി തേടുന്നത്. ന്യൂനപക്ഷങ്ങളെ BJP മുന്നിൽ നിന്നും കോൺഗ്രസ് പിന്നിൽ നിന്നും കുത്തുകയാണെന്ന് ഹാറൂൺ റഷീദ് കുറ്റപ്പെടുത്തുന്നു. क्योंकि कांग्रेस में अब माइनॉरिटी के प्रति वो भावना नहीं रही जो मौलाना आज़ाद के पीरियड में थी. कांग्रेस मुस्लिम मुक्त पार्टी बनाना चाहती है. जिस तरह BJP का नारा है कांग्रेस मुक्त, तो कांग्रेस का नारा है मुस्लिम मुक्त. രാഹുലിന് വയനാട്ടിൽ മത്സരിക്കാൻ T സിദ്ദിഖിനെ ബലിയാടാക്കിയതും ന്യൂനപക്ഷ വിരുദ്ധത തന്നെയാണെന്നാണ് ഹാറൂൺ റഷീദിന്റെ അഭിപ്രായം. अमेठी के डर से वायनाड भी पहुंचे तो वहां भी इन्होंने मुस्लिम की ही कुर्बानी मान ली. उसको T सिद्दीक को बल का बकरा बना दिया. इनको मुस्लिम ही मिला था बकरा बनाने को. അമേഠിയിലെ ന്യൂനപക്ഷങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് രാഹുൽ മനസ്സിലാക്കിയെന്നും അതുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. 6 ലക്ഷത്തോളം വരുന്ന മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്നും ഉറച്ച വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. അമേഠിയിൽ ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന ഭയം രാഹുലിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിനു പിന്നിൽ ഹാറൂൺ റഷീദിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് നിർണായക സ്വാധീനവുമുണ്ട്. വയനാട്ടിലെ ന്യൂനപക്ഷങ്ങൾ എന്തുതന്നെയായാലും രാഹുലിനെ പരാജയപ്പെടുത്തണമെന്നാണ് ഹാറൂൺ റഷീദിന്റെ ആഹ്വാനം. ഹാറൂൺ റഷീദിന്റെ വസതിയിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി. പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം ആയപ്പോഴേക്കും വയനാട്ടിൽ രാഹുലിന്റെ 2 അപരന്മാരടക്കം 20 പേർ മത്സര രംഗത്തുണ്ട്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ രാഹുൽ ഗാന്ധിക്ക് ഇത് തെരഞ്ഞെടുപ്പിലെ 3ാം അംഗമാണ്. അഖിലേന്ത്യാ മക്കൾ കഴകത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് രാഹുൽ വയനാട്ടിലെത്തിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 2 ഗാന്ധിമാർ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നുണ്ട്. ഒരാൾ രാഹുൽ ഗാന്ധി KE, മറ്റൊരാൾ ഇതാണ് രാഹുൽ ഗാന്ധി. അഖിലേന്ത്യാ മക്കൾ കഴകത്തിന്റെ ബാനറിൽ ബക്കറ്റ് ചിഹ്നത്തിലാണ് ഈ തമിഴ്നാട് സ്വദേശി മത്സരിക്കുന്നത്. കോയമ്പത്തൂരിൽ നേരത്തെ നൽകിയ പത്രിക തള്ളിപ്പോയി. അപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അറിയുന്നത്. അന്നു തന്നെ ചുരം കയറി. അമേഠിയിൽ മത്സരിക്കാനും പ്ലാൻ ഉണ്ടായിരുന്നു. മത്സരത്തിൽ മുൻ പരിചയവും രാഹുൽ ഗാന്ധിക്കുണ്ട്. 2014 മേയർ കാൻഡിഡേറ്റ്, 2016 MLA நின்னாச்சு, ஸ்டேட் லெஜிஸ்லேட்டிவ் அசம்பிளி சிங்கநல்லூர் கான்ஸ்டிடியூஷனுக்கு. அப்புறம் கோயம்புத்தூர்ல நாமினேஷன் பண்ணி ரிஜெக்ட் ஆனதுன்னு இப்போ വയനാട്ടിലെ MP കാൻഡിഡേറ്റാ നിൽക്കുന്നത്. തമിഴ് പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ് ഈ യുവാവ്. രാഹുലിനെതിരെ മത്സരിക്കുന്നതിന്റെ ആവേശത്തിലാണ് വോട്ടർമാരെ കാണുന്നത്.
ജയ്ഹിന്ദ് ഫ്രീഡം പാർട്ടി എന്ന സ്വന്തം സംഘടനയും ഹിന്ദുസ്ഥാൻ ജനതാ പാർട്ടിയുടെയും എല്ലാം പിന്തുണയുണ്ടെന്നാണ് ഈ രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. ആരും സ്വാധീനിച്ചിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് അപരനായി എത്തിയ സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. എക്സിറ്റ് പോളുകൾക്ക് ഏപ്രിൽ 11 മുതൽ വിലക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അച്ചടി, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മുഖേനയോ മറ്റേതെങ്കിലും വിധത്തിലോ ഉള്ള എക്സിറ്റ് പോളുകൾ ഏപ്രിൽ 11 രാവിലെ 7 മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. മെയ് 19 വൈകിട്ട് 6:30 വരെ വിലക്ക് നിലവിലുണ്ടാകും. ജനപ്രാതിനിധ്യ നിയമം 1951 സെക്ഷൻ 126A പ്രകാരമാണ് നടപടി. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പുള്ള സമയം മുതൽ അഭിപ്രായ വോട്ടെടുപ്പുകൾ നടത്താനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യതാപ മുന്നറിയിപ്പ് നാളെ വരെ തുടരും. 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകരുതെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. വേനൽ മഴയിൽ കുറവുണ്ടായ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ചൂട് വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. നാളെ വരെ സൂര്യാഘാത സൂര്യാതപ മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നീട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകരുതെന്ന് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. വാട്ടർ അതോറിറ്റി, ജലസേചന വകുപ്പുകളുടെ എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തി ജില്ലകളിൽ പ്രത്യേക ടീം രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 306 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം കിയോസ്കുകളിൽ എത്തിച്ച് വിതരണം നടത്തിവരികയാണ്. ഇത് കൃത്യമായ രീതിയിൽ മേൽനോട്ടം നടത്തണമെന്നും ജില്ലാ ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDFനെതിരെ പ്രചരണം നടത്താൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് BJPയും കോൺഗ്രസും ശബരിമലയെ ആയുധമാക്കുന്നത് എന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കൊച്ചി പള്ളുരുത്തിയിൽ P. രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടയിലാണ് BJPക്കും കോൺഗ്രസിനുമെതിരെ ബൃന്ദ കാരാട്ട് ആഞ്ഞടിച്ചത്. ജില്ലയിൽ 2 ഇടങ്ങളിലായി നടന്ന പൊതുയോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. രാജ്യം ഭരിക്കുന്ന BJP ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബൃന്ദ കാരാട്ട് ആരംഭിച്ചത്. ഭരണഘടനയെ തകർത്ത് മനുസ്മൃതി കൊണ്ടുവരാനാണ് ആദ്യകാലം മുതൽ സംഘപരിവാർ ശ്രമിക്കുന്നത്. മോദിയെയും അമിത്ഷായെയും എതിർക്കുന്നവരെ ഗോവധവും ലവ് ജിഹാദും ആരോപിച്ച് കൊലപ്പെടുത്തുകയാണ് സംഘപരിവാർ എന്നും ബൃന്ദ കാരാട്ട് ചൂണ്ടിക്കാട്ടി. സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും ഈ വേട്ടയാടലിന് ഇരയായിട്ടുണ്ടെന്നും ബൃന്ദ കാരാട്ട് ഓർമ്മിപ്പിച്ചു. ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ആരോപണങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസും BJPയും ശബരിമലയെ ആയുധമാക്കുന്നതെന്നും എന്നാൽ വലിയ വിജയം ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നുണ്ടെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. Which certain parties who are facing defeat in Kerala, the BJP on the one hand and all the UDF parties on the other, are trying to divert attention from the wonderful work which has been done by the LDF government. They are scared. They cannot attack the government, they cannot attack the LDF in any way. So they are raising issues which are of no concern to the people. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് തങ്ങളുടെ കർത്തവ്യത്തിൽ വീഴ്ച വരുത്തിയതിനെയും ബൃന്ദ കാരാട്ട് പരിഹസിച്ചു. നിപ്പ പോലെ തവളച്ചാട്ടം എന്ന പുതിയൊരു വൈറസ് കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ടെന്ന് ബൃന്ദ പറഞ്ഞു. ഇതുകൊണ്ടാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ BJPയിലേക്ക് ചാടിപ്പോകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിലും ചെറായിലും സംഘടിപ്പിച്ച പൊതുയോഗങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. മികച്ച രാജ്യസഭാംഗമായ P. രാജീവിനെ ലോക്സഭയിലേക്ക് എത്തിക്കുന്നതിലൂടെ വികസനത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാകുമെന്ന ബൃന്ദയുടെ പരാമർശത്തെ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സിലുണ്ടായിരുന്നവർ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട് മണ്ഡലത്തിലെ LDF പ്രചാരണത്തിന് ആവേശം പകർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൽപ്പറ്റയിലെത്തും. രാവിലെ 9:30 കൽപ്പറ്റ വിജയപമ്പ പരിസരത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ചെറു പ്രകടനങ്ങളായി പ്രവർത്തകർ പൊതുയോഗ സ്ഥലത്തേക്ക് എത്തിച്ചേരും. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, VS സുനിൽകുമാർ, AK ശശീന്ദ്രൻ, MP വീരേന്ദ്രകുമാർ MP, ജനാധിപത്യ രാഷ്ട്രീയ സഭാ അധ്യക്ഷ CK ജാനു എന്നിവർ പങ്കെടുക്കും. വർഗീയ ശക്തികൾക്കെതിരെ പോരാടാതെ അവരുമായി ഒത്തുതീർപ്പ് ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. പാലക്കാട് പട്ടാമ്പിയിൽ LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മുന്നണികൾ തെരഞ്ഞെടുപ്പ് റാലികളുമായി പ്രചാരണ രംഗത്ത് സജീവമാണ്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന
തിരഞ്ഞെടുപ്പ് റാലികളിലൂടെ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുറപ്പിക്കുകയാണ് മുന്നണികൾ. പാലക്കാട് മണ്ഡലത്തിലെ പട്ടാമ്പിയിലും ഷൊർണൂരിലും ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് റാലി CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ പാർലമെന്റിൽ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളുടെ അംഗബലം വർദ്ധിപ്പിക്കണമെന്നും കോൺഗ്രസ് വർഗീയ ശക്തികളെ എതിർക്കാതെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. We have to ensure that the BJP is defeated and there is, in place of the BJP, there is a secular government at the center. For bringing about a secular government at the center, it is essential that the strength of the left, the strength of the CPIM in parliament is increased. Parties like the Congress party have no consistent record of fighting the communal forces. They have time and again compromised or surrendered before the communal forces. UDF-നായി ആലത്തൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ വിവിധ പരിപാടികളിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തു. നാളെ പാലക്കാട് മണ്ഡലത്തിൽ മണ്ണാർക്കാടും പിരായിരിയിലും ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് റാലികളിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും VS അച്യുതാനന്ദനും സംസ്ഥാന മന്ത്രിമാരും ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവേശം നിറച്ച് റാലികളിലെത്തും. UDF NDA ദേശീയ നേതാക്കളും വിവിധ കേന്ദ്രങ്ങളിലെ തിരഞ്ഞെടുപ്പ് റാലികളിലെത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊടുപുഴ നഗരത്തെ ത്രസിപ്പിച്ച് മഹിളകളുടെ മഹാറാലി. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് വോട്ട് അഭ്യർത്ഥിച്ച് നടന്ന റാലിയിൽ പ്രായഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളുമായി തൊടുപുഴ മെർച്ചന്റ് ട്രസ്റ്റ് ഹാൾ പരിസരത്ത് നിന്നാണ് റാലി ആരംഭിച്ചത്. റാലിയിൽ തൊടുപുഴ അസംബ്ലി മണ്ഡലത്തിലെ വനിതകൾ അണിനിരന്നു. വിദ്യാർത്ഥിനികളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത റാലി ഗാന്ധി സ്ക്വയറിലാണ് സമാപിച്ചത്. റാലിക്ക് മുന്നോടിയായി മെർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ ചേർന്ന LDF വനിതാ കൺവെൻഷൻ പ്രമുഖ സിനിമാ സീരിയൽ താരം ഗായത്രി ഉദ്ഘാടനം ചെയ്തു. വർഗീയതയെ തുടച്ചു നീക്കി രാജ്യത്തെ സദ്ഭരണം കൊണ്ടുവരാൻ സ്ത്രീ സമൂഹം ജാഗ്രതയോടെ ഇടപെടേണ്ട കാലഘട്ടമാണിതെന്ന് ഗായത്രി പറഞ്ഞു. ഇടതുപക്ഷം വികസന കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ജാതി ചിന്തകളിലൂടെ പ്രത്യാരോപണങ്ങൾ ഉയർത്തി ജനങ്ങളെ ചേരിതിരിവിലേക്ക് നയിക്കാനാണ് വർഗീയതയുടെ വക്താക്കളുടെ ശ്രമം എന്നും അവർ പറഞ്ഞു. വളരെ സംഘടനാപരമായി നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു പ്രവർത്തന വിജയം എന്നതിനുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമായി തീരുന്നു ഒരു ബദൽ ഭരണ സംവിധാനം എന്നുള്ളത്. മഹിളാ സംഘം താലൂക്ക് പ്രസിഡന്റ് സുജാ ഷാജി അധ്യക്ഷത വഹിച്ചു. ഇടത് നേതാക്കളായ KP മേരി, VV മത്തായി, K സലീം കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. UPA NDA സർക്കാരുകളുടെ സാമ്പത്തിക നയങ്ങൾ സൃഷ്ടിച്ച കർഷക ആത്മഹത്യകളും കാർഷിക പ്രതിസന്ധിയും ഉയർത്തിക്കാട്ടി LDF വയനാട്ടിൽ പ്രചാരണം ശക്തമാക്കുന്നു. വോട്ട് ചോദിക്കും മുൻപ് മാപ്പ് ചോദിക്കുമോ എന്ന ചോദ്യമുയർത്തി 14-ന് 1 ലക്ഷം പേർ മണ്ഡലത്തിലിറങ്ങും. കർഷക പാർലമെന്റ് 12-ന് നടക്കും. ചോദ്യമുയർത്തി അതിവിപുലമായ പ്രവർത്തനങ്ങൾക്കാണ് LDF തുടക്കമിടുന്നത്. ഏപ്രിൽ 12-ന് പുൽപ്പള്ളിയിൽ കർഷക പാർലമെന്റ്. ദേശീയ കർഷക പോരാട്ടങ്ങളുടെ നേതാക്കളെത്തും. വോട്ട് ചോദിക്കും മുൻപ് മാപ്പ് ചോദിക്കുമോ എന്ന ലഘുലേഖയുമായി 1 ലക്ഷം LDF പ്രവർത്തകരുടെ മെഗാ സ്ക്വാഡ് വയനാട് മണ്ഡലത്തിലിറങ്ങും. സമകാലിക ഇന്ത്യയുടെ ദുരിത സാഹചര്യങ്ങളിൽ കോൺഗ്രസ് നയങ്ങളും സമീപനങ്ങളും ഉൾപ്പെട്ട 10 ചോദ്യങ്ങളാണ് ലഘുലേഖയിൽ. ഏപ്രിൽ 14-ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 1 ലക്ഷം പ്രവർത്തകർ ഇറങ്ങുന്ന വലിയൊരു മെഗാ സ്ക്വാഡ് വർക്കിന് LDFന്റെ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപം നൽകിയിരിക്കുകയാണ്. 15,000 സ്ക്വാഡുകൾ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും കടകളിലും എത്തും. കർഷക ദുരിതങ്ങൾ ചർച്ചയാക്കുകയാണ് LDF. 3000-ലധികം കർഷകർ വയനാട് ജില്ലയിൽ ആത്മഹത്യ ചെയ്തതിന്റെ ഉത്തരവാദിയാര്? അതിന്റെ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഈ നയങ്ങളാണ് ഉത്തരവാദി. ആ നയങ്ങൾ തന്നെയാണ് BJPയും തുടരുന്നത്. ഇടതു സർക്കാർ നയങ്ങൾ കർഷക ആത്മഹത്യകളെ പിടിച്ചു നിർത്തിയതും LDF ഉയർത്തിക്കാട്ടുന്നു. ഏതായാലും കാർഷിക പ്രതിസന്ധി, കാർഷിക മേഖലയിലെ തകർച്ച വയനാട് മണ്ഡലത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചകളിലൊന്നായി മാറിക്കഴിഞ്ഞു. വയനാട്ടിൽ നിന്നും അനൂപ് കയാർ. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് മലയോരത്തിന്റെ സ്നേഹോഷ്മള വരവേൽപ്പ്. ഇരിക്കൂർ, പേരാവൂർ നിയോജക മണ്ഡലങ്ങളിൽ 3ാം ഘട്ട പര്യടനം നടത്തിയ ശ്രീമതി ടീച്ചർക്ക് വൻ സ്വീകരണമാണ് മലയോര കർഷകർ നൽകിയത്. ഇരിട്ടി ചാരലിൽ കോൺഗ്രസ് വിട്ട് CPIMലേക്ക് എത്തിയവരെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് ശ്രീമതി ടീച്ചർ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു.
കണ്ണൂർ ജില്ലയിലെ മലയോര ജനതയുടെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ജനപ്രതിനിധിയാണ് PK ശ്രീമതി ടീച്ചർ. കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡ് വികസനം, സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂം, ടൂറിസം വികസനത്തിനായുള്ള ഇടപെടലുകൾ തുടങ്ങി കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പാക്കിയത് നിരവധി പദ്ധതികൾ. കാർഷിക വിലത്തകർച്ച, വന്യമൃഗശല്യം തുടങ്ങിയ കർഷകരുടെ പ്രശ്നപരിഹാരത്തിനും ശ്രീമതി ടീച്ചറുടെ സജീവ ഇടപെടലുണ്ടായി. ഈ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ കാണുന്ന ജനപങ്കാളിത്തം. എല്ലാ സ്ഥലങ്ങളിലും അത് മലയോരമെന്നോ മറ്റേതെങ്കിലും പ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്നുള്ള വികാരം ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമാണ്. അത് ജയിക്കണം എന്നുള്ളൊരു വാശിയോടുകൂടിയുള്ള ഒരു ഇടപെടൽ, അത് രാവിലെ എന്നോ രാത്രിയെന്നോ ഉച്ചയെന്നോ ഒന്നുമില്ല. ഇതിപ്പം 3ാം ഘട്ടം പൂർത്തിയാകുകയാണ് പ്രചരണം. തീർച്ചയായും വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നത്. മലയോര കർഷകരുടെ ഇടയിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് എത്തുന്നവരും ഏറെയാണ്. ഇരിട്ടി ചരലിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPIMലേക്ക് എത്തിയവരെ തിരഞ്ഞെടുപ്പ് റാലിയിൽ ശ്രീമതി ടീച്ചർ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കേരളത്തിലെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു കോടതിയും ഇനി ഇടപെടരുതെന്ന് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം. സുപ്രീം കോടതി തീർപ്പാക്കിയ തർക്കത്തിൽ ഇനി മറ്റു കോടതികൾ ഇടപെടരുതെന്ന് കോടതി ഉത്തരവിട്ടു. കന്യാട്ടുനിരപ്പ് പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചാണ് ഉത്തരവ്. 1934 മലങ്കര സഭ ഭരണഘടനയിലെ വിധി അന്തിമമാണ്. ഇത് സംബന്ധിച്ച് വീണ്ടും ഹർജികൾ പരിഗണിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കിഫ്ബിയുടെ മസാല ബോണ്ടിന് അന്താരാഷ്ട്ര അംഗീകാരം. കിഫ്ബിയെക്കുറിച്ച് കൈരളി പീപ്പിൾ TV സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിക്കിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഇയർ ഇൻ ദ ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019ലേക്ക് കിഫ്ബി മസാല ബോണ്ടിനെ നോമിനേറ്റ് ചെയ്ത വാർത്ത ധനമന്ത്രിയെ തേടിയെത്തിയത്. ഏറെ നാളുകൾക്ക് ശേഷം തോമസ് ഐസക് അധ്യാപകനായി എത്തിയെന്ന കൗതുകവും പീപ്പിൾ TVയുടെ പരിപാടിക്കുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കിഫ്ബിക്കെതിരെ അനാവശ്യ വിവാദങ്ങളുയർത്തി പ്രതിപക്ഷം രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് കിഫ്ബി എന്തെന്നും മസാല ബോണ്ട് എന്തെന്നും വിശദീകരിക്കാൻ നാളുകൾക്ക് ശേഷം ധനമന്ത്രി അധ്യാപകന്റെ റോളിലെത്തിയത്. കിഫ്ബിയെക്കുറിച്ചും മസാല ബോണ്ടിനെക്കുറിച്ചും വിവാദങ്ങളുയർന്ന സാഹചര്യത്തിൽ കൈരളി പീപ്പിൾ TV സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിലാണ് ധനമന്ത്രി കിഫ്ബിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചത്. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലെ എക്കണോമിക്സ് വിദ്യാർത്ഥികളാണ് തോമസ് ഐസക്കിന്റെ ക്ലാസ്സിൽ കിഫ്ബിയെക്കുറിച്ച് പഠിക്കാനെത്തിയത്. കുട്ടികളുടെ സംശയങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ ഏറ്റവും മികച്ച ഉത്തരങ്ങൾ നൽകി ക്ലാസ് മുന്നേറുന്നതിന് ഇടെയാണ് ആ സന്തോഷ വാർത്ത സംസ്ഥാനത്തെ തേടിയെത്തിയത്. ഞങ്ങളുടെ പരിപാടിയിൽ തന്നെ ധനമന്ത്രി ആ വാർത്ത കേരളത്തെ അറിയിച്ചു. കിഫ്ബിയെ തേടിയെത്തിയ അന്താരാഷ്ട്ര അംഗീകാരമായിരുന്നു ആ വാർത്ത. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഇയർ ഇൻ ദ ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019ലേക്ക് കിഫ്ബിയെ നോമിനേറ്റ് ചെയ്ത വാർത്തയാണ് പീപ്പിൾ TVയുടെ പരിപാടിക്കിടെ ധനമന്ത്രിയെ തേടിയെത്തിയത്. എനിക്ക് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം അനൗൺസ് ചെയ്യാനുണ്ട്. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇഷ്യൂ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി ഇയർ ആയിട്ട് ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019 നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിഫ്ബി മസാല ബോണ്ടിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അനാവശ്യ വിവാദങ്ങളുയർത്തി സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങളെ തടയാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഈ നേട്ടമെന്നും തോമസ് ഐസക് പറഞ്ഞു. തന്റെ ഇഷ്ടപ്പെട്ട മേഖലകളിലൊന്നായ അധ്യാപനത്തിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോകാൻ കഴിഞ്ഞ ഐസക്കിന് കിഫ്ബിക്ക് ലഭിച്ച അന്താരാഷ്ട്ര അംഗീകാരം ഇരട്ടി മധുരമായി. ന്യൂസ് ഡെസ്ക്,